ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്മൈൽ വിത്ത് ജോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കുക്കിംഗ് ടിപ്സുമായിട്ടാണ്. അതായത് നമ്മൾ കൂടുതൽ പേർക്കും അറിയാം വൈറ്റ് റൈസിനേക്കാളും കൂടുതൽ ഗുണങ്ങളുള്ളത് ബ്രൗൺ റൈസിനാണെന്ന്. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് കുക്ക് ചെയ്യുന്നത് വൈറ്റ് റൈസാണ്. കാരണം നമ്മുടെ ഗ്യാസ് സിലിണ്ടർ പെട്ടെന്ന് തീർന്നു പോകും, ഗ്യാസ് കൺസംഷൻ കൂടുതലാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കൂടുതലായിട്ട് കുക്ക് ചെയ്യുന്നത് വൈറ്റ് റൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് കുക്കറിൽ നമുക്ക് മട്ടേരി ചോറ് വെറും 2 വിസിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല സബ്സ്ക്രൈബിന്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൂടി അമർത്താനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ടൊരു 1.5 കപ്പ് മട്ടേരി നമുക്ക് കുക്കറിലേക്ക് എടുത്തിടാം. എന്നിട്ട് അത് ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു അരമണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നന്നായിട്ട് ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി അതൊരു 3-4 വട്ടം ഞാനിവിടെ കഴുകിയെടുക്കാറുണ്ട്. പക്ഷെ മട്ടേരി കഞ്ഞിയാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ കുതിരാൻ വെക്കണം, എന്നാൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ മട്ടേരിയുടെ കഞ്ഞി ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അവർക്ക് കുറച്ചുകൂടി ഈ മട്ടേരി കഞ്ഞിയിൽ ടേസ്റ്റായിട്ട് ഒന്ന് തോന്നിയിട്ടുള്ളത് നമുക്ക് ഈ മട്ടേരിയുടെ ഒറ്റപ്പുഴുക്കെന്ന് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ആ കഞ്ഞി നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കുക്കറിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു വിസിൽ വന്ന ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഓഫ് ചെയ്ത ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ എയർ മുഴുവൻ പോയ ശേഷം നമുക്ക് രണ്ടാമത് കൂടി ഒന്ന് വിസിലടുപ്പിച്ചെടുക്കാം. ഇപ്പോൾ രണ്ടാമത് കൂടി വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ മാറ്റി വെക്കണം. കാരണം എയർ പോയി ഉടനെ നമുക്ക് തുറന്ന് നോക്കരുത്, അതിനകത്ത് വേവ് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മളൊന്ന് മാറ്റി വെച്ച ശേഷം തുറന്ന് നോക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ടൊരു നോർമൽ വാട്ടർ നമ്മൾ 2 ഗ്ലാസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ എടുത്തൊന്ന് അമർത്തി വെക്കുകയാണെങ്കിൽ അകത്ത് നന്നായിട്ട് വേവ് കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ വേവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു അരമണിക്കൂർ രണ്ടാമത്തെ വിസിൽ വന്ന ശേഷം മാറ്റി വയ്ക്കാൻ പറയുന്നത്. കാരണം അല്ലെങ്കിൽ നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു വേവ് കിട്ടില്ല, അതൊരു പകുതി വേവായിട്ട് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ മട്ടേരി ചോറ് ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ.